ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഗാർഡനിൽ ഞങ്ങൾ വളർത്തിയ പച്ചമുളകിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഇതാണ് ആ പച്ചമുളക്. വേറെയുമുണ്ട്. ഇത് വളർത്തിയത് വളരെ സിമ്പിൾ വേയിലാണ്. ഇങ്ങനെ ഒരു പോട്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. വേറെയുമുണ്ട്. ഈ ചെറിയ പോട്ടിലിരിക്കുന്ന ഈ പച്ചമുളക് തൈകൾ 3 എണ്ണമുണ്ട്. 3 തരത്തിലുള്ളതാണ്. ആക്ച്വലി ഇത് വറ്റൽമുളക് വാങ്ങിച്ചതിൻ്റെ സീഡ് എടുത്ത് അങ്ങനെ തൈ ഉണ്ടാക്കി ചെടിച്ചട്ടിയിൽ വളർത്തി അങ്ങനെ വളർന്നു വന്ന തൈകളാണിത്. ഈ കൂട്ടരുടെ കാര്യം പറഞ്ഞാൽ ഇത് വളരെ സുന്ദരികളാണ് ഈ നിൽക്കുന്നത്. ഈ കളറാകും എല്ലാ മുളകുകളും. ഇത് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതല്ല, ഇത് നമ്മൾ സാലഡായിട്ട് കഴിക്കുന്നതാണ്. ഇതിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ ധാരാളം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇതും സീഡിട്ട് വളർത്തിയതാണ്. വലിയ പരിചരണം ഒന്നും കൂടാതെ ഇത് നമുക്ക് വളർത്താം. കുറച്ച് കമ്പോസ്റ്റ് വേണമെന്നേ ഉള്ളൂ. വീട്ടിലുണ്ടാക്കിയതോ വാങ്ങിയതോ എന്തുമാകാം. ഞാൻ വാങ്ങിയതാണ് ഉപയോഗിച്ചത്. പിന്നെ കുറേ ബോൺ മീലും ഉപയോഗിച്ചു. ഡെയിലി നനച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ വളർന്നു നിൽക്കുന്ന പച്ചമുളകും അങ്ങനെ തന്നെ നമ്മുടെ വറ്റൽമുളകിൻ്റെ സീഡ് എടുത്ത് കിളിപ്പിച്ചു. അങ്ങനെ ഉണ്ടായതാണ്. നല്ല വലിപ്പമുള്ള പച്ചമുളകുകളാണ് ഉണ്ടായിരിക്കുന്നത്. സീഡിട്ട് വളർത്തുന്ന പച്ചമുളകിന് കുറച്ചുകൂടി സമയമെടുക്കും അതിന് പൂക്കാനും കായ്കൾ ഉണ്ടാകുവാനും. അധികം കട്ടിപ്പണിയൊന്നുമില്ലാതെ നമുക്ക് സിമ്പിൾ വേയിൽ ഇങ്ങനെ പച്ചമുളക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് കാന്താരി മുളകാണ്. ഈ വർഷം അധികം ഉണ്ടായില്ല, എങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇത് തൈകൾ വാങ്ങിച്ച് നട്ട പച്ചമുളകാണ്. ഇതൊക്കെയും വിശ്രമവേളയിലെ ഒരു വിനോദ പ്രവൃത്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു വിധം. നമ്മുടെ കുപ്പയിൽ നിന്നും ആവശ്യമുള്ളതായ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾക്ക് പറിക്കുകയും ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നത് വളരെ സന്തോഷമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.